ഇപ്പോൾ നമ്മൾ ഗ്രേസ്റ്റോൺ ഹാർബറിലാണ്. ഗ്രേസ്റ്റോൺ ഹാർബറിൽ നമ്മൾ ഫിഷിംഗ് സ്പോട്ടൊക്കെ അന്വേഷിച്ച് നടക്കാൻ നേരത്ത് ഒരു അമ്മച്ചിനെ പരിചയപ്പെട്ടു. ഐറിഷുകാരത്തിയാണ്. പുള്ളിക്കാരത്തി നമുക്ക് വേറൊരു സ്പോട്ട് കൂടി പറഞ്ഞു തന്നു. അപ്പോൾ അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നോർത്ത് സൈഡ് ബീച്ച് ആ ഒരു ഏരിയയിലായിരുന്നു ഞങ്ങളപ്പോൾ നിന്നിരുന്നത്. അപ്പോൾ സൗത്ത് സൈഡ് ബീച്ച് ഉണ്ട്, അവിടെ ഒന്ന് പോകാൻ പറഞ്ഞു. പുള്ളിക്കാരത്തി ഫിഷിംഗ് ഭ്രാന്തായിട്ടുള്ളൊരു അമ്മച്ചി കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇനി അവിടെ വെച്ച് കാണാം. ഗ്രേസ് സ്റ്റോൺസിലെ സൗത്ത് സൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്ന നോർത്ത് സൈഡിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പ്രോ അംഗ്ലേറ്റ്സിനെല്ലാം തന്നെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസാണ് ഗ്രേസ് സ്റ്റോൺസിലെ ഫിഷിംഗ് സ്പോട്ട്സ്. ഇതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡ്രൈവ് ചെയ്താണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പെയ്ഡ് കാർ പാർക്കിംഗ് തന്നെ യൂസ് ചെയ്യുക. അവർലി ആകെ €1 വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒരു 2-3 മണിക്കൂർ എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഹാർബറിൻ്റെ തൊട്ട് സൈഡിൽ ഇഷ്ടംപോലെ അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. നമ്മൾ അവിടെ എവിടെയെങ്കിലും കാർ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാർ ക്ലാമ്പ് ചെയ്യാനും ഒരു €125 ഫൈൻ കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെയ്ഡ് കാർ പാർക്കിംഗ് തന്നെ യൂസ് ചെയ്യുക. ഈ വീഡിയോയിൽ കാണുന്ന ലെഫ്റ്റും റൈറ്റും ഉള്ള ആ 2 പീറുകളിൽ നിന്നിട്ടാണ് നമ്മൾ റോഡ് ഫിഷിംഗ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായി ഫിഷിങ്ങിന് വേണ്ടി പോയത് കാർ പാർക്കിൽ നിന്നും ലെഫ്റ്റ് സൈഡിലുള്ള പീറിലേക്കാണ്. ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീനുകൾ എന്ന് പറയുന്നത് മാക്രയിൽ, പൊള്ളോക്ക്, അതുപോലെ കോങ്ങറിയിലൊക്കെയാണ്. ഈ ഏരിയയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത് ഫെദേഴ്സും സ്പിന്നേഴ്സും ഫ്ലോട്ട് ഫിഷിംഗ് ഒക്കെയാണ്. ഇവിടെ ഫിഷിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അന്നത്തെ ക്ലൈമറ്റ് നിങ്ങൾ നോക്കുക, അതുപോലെ വിൻഡ് സ്പീഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കാറ്റൊക്കെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഏറ്റവും ബെസ്റ്റ് ഫിഷിംഗ് ടൈം എന്ന് പറയുന്നത് ഹൈ ടൈഡിന് മുന്നേ 1-2 മണിക്കൂർ മുമ്പ് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം ഏർലി മോർണിംഗും ഈവനിങ്ങും ആണ്. ഈ ഒരു ഏരിയയിൽ ജോഗിങ്ങിനും വാക്കിങ്ങിനൊക്കെ ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ റോഡ് കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന 2 പീറുകളുടെയും ഈ ഒരു ഗ്യാപ്പിലോട്ട് നിങ്ങൾ റോഡ് കാസ്റ്റിംഗ് ഒരിക്കലും ചെയ്യരുത്. കാരണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ ബോട്ടുകൾ കടലിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ റോഡ് കാസ്റ്റിംഗ് ചെയ്താൽ വലിയ അപകടങ്ങൾ ഉണ്ടായേക്കാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫിഷിങ്ങിന് തീർത്തും പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഫിഷിംഗ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഫിഷിങ്ങിന് പറ്റിയ ഒരു അടിപൊളി ഹിഡൻ സ്പോട്ടും കൂടിയുണ്ട്. അതറിയണമെങ്കിൽ ഇതിന് മുന്നത്തെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ കൂട്ടുകാരെ, നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ അക്കൗണ്ട് ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഈ വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.